ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ചയല്ല, അതിന് മുമ്പത്തെ അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പള്ളിയിലാണ് ജുമാക്ക് കൂടിയത്. ധാരാളം ആളുകൾ, വലിയ മുറ്റം ഉള്ള പള്ളിയാണത്. ഖുത്ബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഖത്തീബ് കാണാൻ തന്നെ എന്തൊരു എത്ര നല്ലൊരു മനോഹരമായൊരു മുഖമുള്ള ഒരു മനുഷ്യനാണ്. നല്ല തലപ്പാവും നല്ലൊരു റായത്തുള്ള മനുഷ്യൻ. ഖുത്ബ കഴിഞ്ഞ് അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് പോരുമ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ ഇങ്ങനെ അടുത്തു നിന്ന് സമീപിച്ചു, പരിചയപ്പെടാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളെ തലപ്പാവ് കണ്ട് അദ്ദേഹം അൽഹംദുലില്ലാഹ് ഹിന്ദിയിലെ കേരളയാണില്ലേ, ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാത്രി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദുമായി സംസാരിക്കാൻ ഞാൻ സമയം വാങ്ങിയിട്ടുണ്ട്. നോക്കൂ, എ.പി. ഉസ്താദ് ഇവിടെ കോഴിക്കോടാ. ഇറാഖിലൊരു അവിടുത്തെ ഖാദി, അവിടുത്തെ ഖത്തീബ്, മുഫ്തി ഇന്ന് രാത്രി 8 മണിക്ക് ഷെയ്ഖുനയുമായി അന്ന് വെള്ളിയാഴ്ച സംസാരിക്കാൻ മീറ്റ് ചെയ്യാൻ ഞാൻ സമയം ചോദിച്ചിട്ടുണ്ട്, ഷെയ്ഖുനെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു മഹാ അത്ഭുതമാണ്. ആത്മീയമായ മഹാന്മാരായ ആളുകൾ, ഉയർന്നു നിൽക്കുന്ന ആളുകൾ, ഔലിയാക്കൾ, അവരെവിടെയൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന അതിൻ്റെ ഖാദിമീങ്ങൾ ഉസ്താദിനെ ഏറെ പ്രിയം വെക്കുന്ന ആളുകളായിരിക്കും. ഉസ്താദ് ഈ അടുത്ത് അവിടെ സന്ദർശിക്കാൻ പോയ രംഗം അവിടെയുള്ള പലരും, അവിടെ അന്ന് സാന്നിധ്യമായ പലരും പറഞ്ഞു, ഉസ്താദ് പള്ളിയിലേക്ക് വന്നപ്പോഴേക്ക് അവിടെയുള്ള ഖത്തീബ് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അൽഹംദുലില്ലാഹ് നമ്മുടെ സുൽത്താനുൽ ആലമിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. പിന്നെ അവിടുത്തെ എല്ലാ കാര്യവും ഉസ്താദ് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. അപ്പം അങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ അംഗീകരിച്ച് പോകുന്ന നാം, ആ നേതൃത്വം നമ്മോട് പറയുന്ന ചില സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംഘടനാ സംവിധാനങ്ങളുമായി, അതിൻ്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളുമായി നമ്മൾ പോകണം. ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾ വേറെ വഴി തേടാൻ പാടില്ല. ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾ, ഉസ്താദിൻ്റെ വഴിയുണ്ട്. അതാണ് കേരള മുസ്ലിം ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ചെറുപ്പക്കാർ SYS വേണ്ടി പ്രവർത്തിക്കുക, കുട്ടികൾ SSFന് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് ഷെയ്ഖുനാക്ക് ഇഷ്ടം. ആ ഇഷ്ടക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താൻ, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി മഹാനവറുകൾ. നമ്മുടെ എല്ലാ വിഷയങ്ങളിലും 100% ഇടപെട്ട ആളായിരുന്നു. സംഘടനാ രംഗത്ത് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായും മാനസിക വേദന അനുഭവപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി, എനിക്കിനി ഇവരുടെ ഈ കച്ചറക്കൊന്നും കൂട്ടി നിൽക്കാൻ കഴിയൂല, ഞാനിനി ദർസുമായി തന്നെ ഉള്ളാളത്ത് കൂടുകയാണെന്നൊരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അത് പറഞ്ഞത് CM വലിയുള്ളാഹിനോടാണ്. അവിടെ നിന്നൊരു സമ്മതം എനിക്കതിന് നൽകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ CM വലിയുള്ള പറഞ്ഞു, ഓരോരുത്തർക്ക് ഓരോ വഴിയുണ്ട്, എൻ്റെ വഴിയല്ല നിങ്ങളെ വഴി. നിങ്ങൾക്ക് നന്നായി നസീഹത്ത് നൽകാൻ കഴിയും, നന്നായി കുട്ടികൾക്ക് തദ്രീസ് ചെയ്തു കൊടുക്കാൻ കഴിയും, നല്ലവണ്ണം നിങ്ങൾക്ക് പ്രസംഗിക്കാനും ഇറങ്ങി യാത്ര ചെയ്യാനും കഴിയും. അത് നിങ്ങൾക്ക് തന്ന ഒരു വഴിയാണ്. ആ വഴിയിലൂടെ നിങ്ങൾ ആളുകളെ ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ നിർത്തുകയാണ്. അതെല്ലാം ഒഴിവാക്കി, ഈ കഴിവുകളെല്ലാം ഉള്ള നിങ്ങൾ അത് ഒഴിവാക്കി ഒരു തദ്രീസുമായി മാത്രം നിങ്ങൾ കഴിയുകയാണെങ്കിൽ പടച്ചോ നിങ്ങൾ വെറുതെ വിടൂല. കാരണം ഇത്രയും കാലം നിങ്ങൾ പ്രവർത്തിച്ച തരീഖ് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ താജുൽ ഉലമ വീണ്ടും മരണം വരെ നമ്മുടെ രംഗത്ത് സജീവമായത്. സിറാജ് പത്രത്തിന് ചെറിയൊരു സാമ്പത്തിക ക്ഷീണമുണ്ട് എന്നൊരു മുശാവറയിൽ AP ഉസ്താദ് പറഞ്ഞപ്പോൾ മഹാനായ താജുൽ ഉലമ പറഞ്ഞു, അത് ക്ഷീണിക്കാൻ പാടില്ല. ഞാനിപ്പോൾ എൻ്റെ ബിൽറ്റ് നോക്കുമ്പോൾ 1000 ഉറുപ്പിക ഉണ്ട്, അത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. സിറാജ് നിൽക്കാൻ പാടില്ല, അതിനെല്ലാവരും സഹായിക്കും, മുഅ്മിനീങ്ങളെ ഖൽബ് അതിനെ സഹായിക്കും. നോക്കൂ, നിങ്ങൾ എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടും എത്രയെല്ലാം പത്രങ്ങൾ നിന്നിട്ടും നമ്മൾ ഇന്നും ആ പത്രവുമായി മുന്നോട്ട് പോകുന്നു. ആ പത്രത്തിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ പലരും മറക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ പത്രം കൊടുക്കുന്നു എന്നതാണ്. നമ്മൾ വായിക്കാത്തത് കൊണ്ട് നമ്മൾ അറിയണില്ല എന്നത് വേറൊരു തകരാറ്. നോക്കൂ, നമ്മൾ ഈ മാസത്തിൽ 2 മരണമുണ്ടായി. 2 ഒരുപാട് മരണമുണ്ടായി നമ്മളെ മലപ്പുറം ജില്ലയിൽ. അതിൽ
ഒരു മരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും വേറെ ഒരു മരണം എല്ലാവരും കൂടെ മറച്ചു വെച്ചതുമാണ്. ചർച്ച ചെയ്യപ്പെട്ട മരണം ഏതാണ്? വളാഞ്ചി ചാപ്പനങ്ങാടിക്കടുത്ത് ചട്ടിപ്പറമ്പ് എന്ന സ്ഥലത്ത് വാടകയ്ക്ക് പാർക്കുന്ന ഒരാളുടെ ഭാര്യ വീട്ടിൽ വെച്ച് പ്രസവിച്ചു മരിച്ചു. അദ്ദേഹം ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി. വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടന എതിർക്കണില്ല. വീട്ടിൽ വെച്ച് പ്രസവിക്കാം. പക്ഷേ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ ആശുപത്രിയെ സമീപിക്കണം. ആശുപത്രി പറയുന്ന ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കണം. ഇയാളത് ചെയ്തില്ല എന്നത് ഗുരുതരമായ തെറ്റ്. മാത്രമല്ല, ഈ പെണ്ണ് പ്രസവിച്ച ശേഷം ആശുപത്രിയിൽ വലിയ ഗുരുതരമായി ബ്ലീഡിങ് വന്ന് ഗുരുതരമായി ആശുപത്രിയിൽ അയച്ചില്ലെന്ന് മാത്രമല്ല, ഈ മയ്യത്ത് വെറുങ്ങലിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇയാൾ ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തി ആംബുലൻസ് വിളിച്ചത്. അതിൽ സമയത്തിൽ തന്നെ ഇവരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വസാച്ചി ഫാത്തുമാത്ത പറഞ്ഞത് മരിച്ച സമയം വേറെ ഒരു സമയം, ഈ മനുഷ്യൻ്റെ മകൻ പറഞ്ഞത് വേറെ ഒരു സമയം, ഇയാൾ പറഞ്ഞത് മറ്റൊരു സമയം. പോകട്ടെ, ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഇവിടുത്തെ മനോരമ പത്രം എഡിറ്റോറിയൽ എഴുതി. എന്താ എഡിറ്റോറിയൽ എഴുതിയത്? നമ്മളിൽ ഇപ്പോഴും ഏതോ ഒരു മുസ്ലിം പേരുള്ള ഒരുത്തൻ ചെയ്ത അനാസ്ഥ, അതിന് പേര് ഈ സമുദായം ഇന്നും ആശുപത്രിക്കെതിരാണ്, ചികിത്സക്കെതിരാണ്, അന്ധവിശ്വാസികളാണെന്ന് മനോരമ അങ്ങനെയുള്ള ധ്വനി എഴുതി. ചാനലുകളെല്ലാം ഒരാഴ്ച അത് ആഘോഷിച്ചു. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രീമതി അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഞെട്ടിത്തെറിക്കാത്ത രൂപത്തിൽ പൊട്ടിത്തെറിച്ചു. ഉടനെ ആക്ഷനായി. അയാൾ ജയിലിലായി, വസാച്ചി ജയിലിലായി, ഇയാളെ മകൻ ജയിലിലായി. അങ്ങനെ വലിയ പ്രതിസന്ധി വന്നു. അതേ സമയത്ത് ആ സംഭവം കഴിഞ്ഞ് കൃത്യം 5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് അസ്മയാണ്, 45 വയസ്സാണ്. ഈ സംഭവം നടന്ന് കൃത്യം 5-ാമത്തെ ദിവസം വേങ്ങര നബീല എന്ന് പറഞ്ഞൊരു സഹോദരി 33 വയസ്സുകാരി പ്രസവിത്തെ തുടർന്ന് മരിച്ചു. പ്രസവിച്ചതും മരിച്ചതും വീട്ടിൽ നിന്നല്ല, ആശുപത്രിയിൽ നിന്നാണ്. വേങ്ങര സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പ്രസവം കഴിഞ്ഞു. ഡോക്ടർമാർ കൈയൊഴിച്ചു. സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തി അവർ മരിച്ചു. ഒരൊറ്റ പത്രം ആ വാർത്ത കൊടുത്തില്ല. നമ്മളെ മന്ത്രി വീണ ജോർജ് ആ വിഷയം അറിഞ്ഞില്ല. മനോരമ പത്രം എഡിറ്റോറിയൽ എഴുതിയില്ല. ഒരു പത്രവും ആ വാർത്ത എഴുതിയില്ല. കലക്ടർ പ്രത്യേകം യോഗം വിളിച്ചില്ല. കലക്ടർ ഇന്നലെ വിളിച്ചു യോഗം, കാദിമാരെ വിളിച്ചു. എന്തിനായിരുന്നെങ്കിൽ ഈ പെണ്ണ് നേരത്തെ പറഞ്ഞ അസ്മ മരിച്ചതിനെ തുടർന്ന് ഇനി മരിക്കാതിരിക്കാൻ കാദിമാർ ജാഗ്രത പ്രവർത്തനം ഇന്നലെ 10 മണിക്ക് മുമ്പ് കാദിമാരെ യോഗം വിളിച്ചു. നബീല 33 വയസ്സുകാരി മരിച്ചിട്ട് കലക്ടർ യോഗം വിളിച്ചിട്ടില്ല. കാരണം കലക്ടറെ പറയേണ്ട, കലക്ടർ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഒരു പത്രം കൊടുത്തില്ല. ഒരേ ഒരു പത്രം ആ ന്യൂസ് കൊടുത്തു. ആ പത്രത്തിൻ്റെ പേരാണ് സിറാജ് ദിനപത്രം. നിങ്ങൾ നോക്കൂ, അവരത് മൂടി വെച്ചില്ല. അവർക്ക് കഴിയാവുന്ന രൂപത്തിൽ വലുതാക്കിയ വാർത്ത കൊടുത്തു. അത് നമ്മുടെ തെക്കൻ കേരളത്തിലെ യൂട്യൂബറുണ്ട് സാമുവേൽ ജോർജ്. അയാൾ വീഡിയോ ഇറക്കി പറയണു, സത്യത്തിന് വേണ്ടിയും യാഥാർത്ഥ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പത്രം ഇന്നിവിടെ ഉണ്ട്. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇറക്കുന്ന സിറാജ് ദിനപത്രമാണ്. ആ സിറാജ് ദിനപത്രം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വരണം. 9 ഉറുപ്പികയാണ് ഒരു ദിവസം ആ പത്രത്തിന് കൊടുക്കേണ്ടത്. അത് ഈ പ്രസ്ഥാനത്തിന് നിങ്ങൾ നൽകുന്ന ഒരു സദക്കയാണ്. CM വലിയുള്ളായോട് പൊരുത്തമുള്ള ആൾക്കാരൊക്കെ സിറാജ് വരുത്തണം. കാരണം മഹാനവറുകൾ അംഗീകാരം നൽകി നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ച പത്രമാണ്. ആ പത്രത്തിൻ്റെ ഒരു ക്യാമ്പയിൻ ഇപ്പം നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ മെയ് 1 മുമ്പ് തീരുകയാണ്. പത്രം നമ്മളെ എല്ലാ പേജുകളും കളറാക്കി കൂടുതൽ വാർത്തകൾ വലിയ രൂപത്തിൽ കൊടുത്തു. പത്രം ഒരു ജനറൽ പത്രമായി മാറിയ സമയത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു ദിവസം നമ്മൾ എത്ര ഉറുപ്പിക അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട്. ഈ മൊബൈലിന് വരെ എത്ര ചിലവാക്കുന്നുണ്ട്. ഈ പത്രത്തിന്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു 9 ഉറുപ്പിക നൽകിയാൽ എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണിക്ക് 6 മണിക്ക് മുമ്പായി നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ പത്രം എത്തും. ഇപ്പം അതിന് ക്യാമ്പയിൻ കാലമായതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. നിങ്ങൾ സാധാരണ ഞാൻ പിരിവ് ചോദിച്ചാൽ തരലുണ്ട്. അതുപോലെ തന്നെ ഈ പത്രം നാളെ മുതൽ ഇതുവരെ വരുത്താത്തവർ കോപ്പി വരുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാനത് പറയുന്നത്.
ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു, താജുൽ ഉലമയെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും അനുയായികൾ മഹാനായ സി.എം. വലിയുല്ലാഹിയെ അദ്ദേഹത്തിൽ ഉള്ളത് പറഞ്ഞ് ബഹുമാനിക്കുന്നു, ഇല്ലാത്തത് പറഞ്ഞ് കറ്റുകെട്ട് നുണ പറയാൻ നമ്മൾ ആളുകളല്ല. ഉള്ളത് തന്നെ ഇഷ്ടം പോലെ പറയാനുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പെണ്ണിൻ്റെ മരണമൊക്കെ ഉണ്ടായത്. സി.എം. വലിയുള്ളാഹിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വീഡിയോ ഇറക്കി പൊതുജനങ്ങളെ ഇടയിൽ അവിടുത്തെ മഹത്വത്തെ വില കുറച്ച് കാണിക്കാൻ വേണ്ടി വീഡിയോ ആയി. സി.എം. വലിയുള്ളാഹിൻ്റെ ആളുകൾക്ക് ആസ്പത്രിയിലൊന്നും പോകണ്ട, പ്രസവിക്കാം, അടുക്കളയിലും പ്രസവിക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അനാവശ്യ ചിന്ത നമ്മുടെ സമുദായത്തിന് വലിയ ചീത്തപ്പേരുണ്ടാക്കി. അങ്ങനെയുള്ള ആവശ്യമില്ലാത്തിൽ നമ്മൾ കൂട്ടുകൊണ്ടു നിൽക്കാൻ പാടില്ല എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്തൊരു ആത്മീയമായ വശമുണ്ട്. അത് കെടാതെ സൂക്ഷിക്കാൻ സി.എം. വലിയുള്ളാഹിൻ്റെ ആണ്ട് നമുക്ക് ഉപകരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ മുസ്ലിമിൻ്റെ ലക്ഷണം എന്തായാലും നിങ്ങൾ ഒരു ഹൈറായ സംഗതി ചെയ്താൽ അത് അവസാനിപ്പിക്കാതെ അത് അള്ളാഹു സ്വീകരിക്കാൻ വേറെയും ഒരുപാട് ഹൈറുകൾ ചെയ്യണമെന്ന ചിന്തയുള്ളവരാണ് മുഅ്മിനീങ്ങളെന്ന് ഖുർആൻ പറയുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖമായി ഓതിയ ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ മുഅ്മിനൂനുണ്ട്. ആ മുഅ്മിനിൻ്റെ 60-ാമത്തെയും 61-ാമത്തെയും ആയത്താണ് ഞാൻ ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 60-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: വല്ലദീന യൂതൂന മാ ആതൗ, അല്ലാഹുവിന് നൽകേണ്ട സംഗതി നൽകുന്ന ഒരു കൂട്ടർ, അത് സക്കാത്താകാം, സദഖയാകാം, നിസ്കാരമാകാം, നോമ്പാകാം, അള്ളാഹുവിന് നൽകേണ്ടതായ സംഗതി ഭംഗിയായി നൽകുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേ, അള്ളാഹുവിന് നൽകേണ്ടതായ സംഗതികൾ ഭംഗിയായി നൽകിപ്പോരുന്ന ആളുകൾ, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, വജിലത്തുൻ, പിടപിടഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അൽഹംദുലില്ലാഹ് എൻ്റെ അമല് ചെയ്തു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന ചിന്തയിൽ മാറി നിൽക്കാതെ നോക്കൂ, നമ്മൾ ഓരോ വഖത്ത് നിസ്കാരം സലാം വീട്ടിയാലും ഉടനെ തന്നെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നാണ്. അത് നമ്മളെ ആശങ്കയാണ്. അല്ലാഹുവേ, ഈ നിസ്കാരം നീ സ്വീകരിച്ചില്ലെങ്കിൽ വെറുതെയാകുമല്ലോ, അതുകൊണ്ട് വീഴ്ചകൾ പൊരുത്തപ്പെട്ട് തരണമെന്നാണ്. സലാം പറഞ്ഞ ഉടനെ, സലാം വീട്ടിയ ഉടനെ നാം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് പറയുന്നത്. അത് പറയുന്നവൻ്റെ ഹൃദയം പെടയും. എങ്ങനെയാണ് പെടയുന്നത്? എന്തുകൊണ്ടാണ് പെടയുന്നത്? എൻ്റെ ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ പടച്ചവനെ എൻ്റെ സ്ഥിതി എന്താകും? മാത്രമല്ല, അയാളെ ഹൃദയം പെടഞ്ഞുകൊണ്ട് അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന് ബേജാറ് അവരുടെ ഹൃദയങ്ങളെ പെടച്ചിലിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു അമല് കഴിഞ്ഞാൽ പിന്നെയോ യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ, അവർ ഖൈറായ മറ്റു കാര്യങ്ങളെ കൊണ്ട് ഉണരുകയും അള്ളാഹുവിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്നവർക്കാണ് സാബിഖീൻ എന്ന് പറയുക. അങ്ങനെയുള്ള സാബിഖീങ്ങളാകാൻ വേണ്ടി ഖൈറായ കാര്യങ്ങളുമായി ഉണരുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നാൽ ഇമാം തഫ്സീർ ഇബ്നു കസീർ നോക്കിയാൽ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അവർ ഒരു സുദീർഘമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ഇബ്നു കസീർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ തൊട്ട് ഉദ്ധരിക്കുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലദീന യൂതൂന മാ ആതൂ വഖുലൂബുഹും വജിലാ, അല്ലാഹുവിന് നൽകേണ്ട ദാനങ്ങൾ നൽകി അതിൻ്റെ പേരിൽ ഹൃദയം പെടയുന്ന ആളുകൾ എന്ന് പറഞ്ഞത് നബിയെ അഹുവർ റജുൽ യദിനി, വ്യഭിചരിക്കുന്ന മനുഷ്യനാണോ? അള്ളാഹുവിന് നൽകിയതിൻ്റെ പേരിൽ
അള്ളാഹുവിന് കൊടുത്തതിൻ്റെ പേരിൽ ഖേദിക്കുന്ന ഹൃദയം പടയ്ക്കുന്ന ആള് വ്യഭിചാരം ചെയ്തതുകൊണ്ടുള്ള പേടിയാണോ? വയസിരിക്കൂ മോഷ്ടിച്ചതിൻ്റെ പേരിലുള്ള ഭയമാണോ? വയശറബുൽ ഖംറ കുടിക്കുന്നതിൻ്റെ പേരിലുള്ള ഭയമാണോ? ഇത് കേട്ടപ്പോൾ റസൂലുള്ള പറയുന്നു, ഖാല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, അല്ല ആയിഷ യാ ബിന്ത അബീ ബക്കർ, അബൂബക്കറ മോളെ, അതല്ല അതിൻ്റെ ഉദ്ദേശം. അബൂബക്കറിൻ്റെ മോളെ എന്ന് പറയാൻ കാരണം ആയിഷ ബീവിയാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യയായ ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മോളാണ്. അതുകൊണ്ടാണ് യാ ബിന്ത അബീ ബക്കർ, അബൂബക്കറിൻ്റെ മോളെയല്ല നീ വിചാരിച്ച മാതിരി കള്ളു കുടിച്ചതുകൊണ്ടുള്ള ബേജാറല്ല ഈ പറഞ്ഞത്, വ്യഭിചരിച്ചവൻ്റെ ബേജാറല്ല ഈ പറഞ്ഞത്. വലാകിന്നഹു അർറജുലു, ഇത് ഒരാളെ പറ്റി, ഒരറിയപ്പെട്ട ഒരാളെ പറ്റിയുള്ള ഉദാഹരണമാണ്. അയാൾ യസൂമു നോമ്പ് നോൽക്കും, വയുസല്ലി നിസ്കരിക്കും, വയതസദ്ദഖു അദ്ദേഹം നോമ്പ് നോൽക്കുകയും സദഖ കൊടുക്കുകയും ചെയ്യും. പക്ഷേ വഹുവ യഖാഫു, അയാൾ പേടിക്കുന്നവനാണ്, അല്ലാ യുഖ്ബല മിൻഹു, അല്ലാഹു ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാകുമല്ലോ എന്ന പേടിയുള്ള ആളാണ്. അവരാണ് ആയിഷ യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അതല്ലാതെ റമദാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ നോമ്പ് നോറ്റു, തറാവി കൊടുത്തു, എല്ലാ വഖത്തിലും മൂര്യാരുട്ടികൾ വയത് പറയാണ്ടായിരുന്നു, പൈസ കൊടുത്തു, പെരുന്നാപ്പളം കൊടുത്തു, ഇക്കൊല്ലത്തിന് എമ്പാടുമായി എന്ന് പറയുന്നവനല്ല മൂമിൻ. ചെയ്യേണ്ട സംഗതിയൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പടച്ചവൻ സ്വീകരിച്ചെങ്കിലായി, സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് ഞാൻ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന നിലക്ക് നോമ്പിന് ചെയ്തതിനേക്കാൾ ഖൈറായ നല്ല കാര്യങ്ങൾ തുടരെ ചെയ്യുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. നോക്കൂ, അമലിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഗ്രേഡുള്ള ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ഹബീബിനെ നമുക്ക് മാറ്റി നിർത്താം, അവിടുന്ന് ലീഡറാണ്, റസൂലാണ്, നേതാവാണ്. ആ നേതാവിനെ അംഗീകരിച്ച ഒന്നാമത്തെ ആളാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഒരു സംശയം ചോദിക്കുന്നു. എന്താണ് സംശയമെന്നോ? റസൂലുള്ള ഒരു ക്ലാസ് എടുക്കുകയാണ്. റസൂലുള്ള പറയുന്നു, സ്വർഗത്തിന് നിരവധി വാതിലുകളുണ്ട്. ലികുല്ലി സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. മെയിൻ വാതിലുകൾ 8 എണ്ണമാണ്. അത് ഓരോ അമലുകൾക്ക് പ്രത്യേകം നീക്കി വെച്ചതാണ്. നോമ്പ് നോറ്റവരെ റയ്യാൻ എന്ന വാതിലൂടെയാണ് വിളിക്കുക. അപ്പോൾ അവർ ആ വാതിലിലൂടെ പ്രവേശിക്കും. സകാത്തും സദക്കയും കൊടുത്തവർക്ക് സെപ്പറേറ്റ് വാതിലുണ്ട്, അവരെ ആ വാതിലിലൂടെ വിളിക്കും. നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകം വാതിലുണ്ട്, അതിലൂടെ അവരെ വിളിക്കും. ഇങ്ങനെ ഓരോ വാതിലും റസൂലുള്ള പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ പ്രത്യേകമായ വാതിലിലൂടെ വിളിച്ചാൽ പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് തടസ്സമില്ല. എന്നാൽ എല്ലാ വാതിലിലൂടെയും വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ നിസ്കാരം നിസ്കാരം 100ക്ക് 100ആണ്, സകാത്ത് 100ക്ക് 100ആണ്, സദഖ 100ക്ക് 100ആണ്, ജിഹാദ് 100ക്ക് 100ആണ്, നോമ്പ് 100ക്ക് 100ആണ്. അപ്പൊ പിന്നെ അയാൾ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന രൂപത്തിൽ യോഗ്യത നേടുമല്ലോ, അയാൾക്ക് പ്രയാസാകൂലേ? അങ്ങനെ എല്ലാ വാതിലിലൂടെയും ഒരേ സമയത്ത് വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? അത്രയും ക്ലിയർ ജീവിതം നയിച്ച ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അതിൽപ്പെട്ട ആളാണ്. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആഖിബത്ത് അങ്ങനെയാണ്. നിങ്ങൾക്ക് 8 വാതിലിലൂടെയും പ്രവേശിക്കാൻ 100ക്ക് 100% തികഞ്ഞ ആളാണ്
എന്തുകൊണ്ടും സ്വർഗത്തിൽ പോകും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. മാത്രമല്ല, ഇദാ വഖഅത്തിൽ വാഖിയ എന്ന സൂറത്തിൽ വസാബിഖൂന സാബിഖൂൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതാരാണെന്നറിയോ? അതിലും ഒന്നാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. ഇനി അവിടുത്തെ മോള് പറയട്ടെ, എൻ്റെ ഉപ്പയും ഞങ്ങളുമൊക്കെ എല്ലാവരും രാത്രി ഒന്നുറങ്ങിയാൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ പിതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി നിസ്കാരം തുടങ്ങിയെന്ന് ഞങ്ങൾ അറിയുന്നത് മാംസം ചുട്ട് കരിക്കുമ്പോൾ മാംസം കരിയുന്ന വാസന പുറത്തേക്ക് വരാറുണ്ടല്ലോ. ആ നിലക്ക് പാതിരാവിൻ്റെ യാമത്തിൽ എൻ്റെ പിതാവിൻ്റെ റൂമിൽ നിന്ന് മാംസം കരിയുന്ന വാസന ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. എന്താണ് ഈ മാംസം കരിഞ്ഞ് വാസന വരാനുള്ള കാരണമെന്നോ? എൻ്റെ പിതാവ് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് അവിടുത്തെ ഹൃദയം കരിയുന്ന വാസന ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് അവിടുത്തെ പൊന്നുമോള് ആയിഷ ബീബി ഉദ്ധരിക്കുമ്പോൾ, ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എൻ്റെ അമലുകളെല്ലാം പൂർത്തിയായി, അമല് കൊണ്ട് തന്നെ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന വിശ്വാസക്കാരനായിരുന്നോ? ഒരിക്കലുമായിരുന്നില്ല. മഹാനവറുകൾക്ക് പ്രായമാവുകയാണ്. ഏകദേശം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും മനുഷ്യന്മാരെയും അവസ്ഥ മരണത്തെപ്പറ്റിയുള്ള ചിന്ത കൂടും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ആ ഒരു അവസ്ഥ വന്നപ്പോൾ മഹാനവറുകൾ അല്ലാഹുവിനോട് തൻ്റെ സങ്കടം പറയുന്നത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. ഒരു സംഭവം മാത്രം ഞാൻ പറയാം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഏത് സിദ്ദീഖുൽ അക്ബർ? വസാബിഖൂന സാബിഖൂൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അല്ലാഹുവിൻ്റെ അടുത്ത സ്വർഗത്തിൽ നിൽക്കുന്ന ഒന്നാമനായ സിദ്ദീഖുൽ അക്ബർ. തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ പോലും പടച്ചവനെ പേടിച്ച് ഹൃദയം കരിഞ്ഞ് വാസന പുറത്തേക്ക് വരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അല്ലാഹുവിനോട് പറയുന്നു, ജുദ്ബിൽ ലുത്ഫിക യാ ഇലാഹി മൻ ലഹു ദാദുൻ ഖലീൽ മുഫ്ലിസും ബിസ്സിദ്ഖി യഅതി ഇൻദ ബാബിക യാ ജലീൽ ദംബുഹു ദംബുൻ അലീമുൻ ഫഗ്ഫിരിൽ ദംബൽ അലീം ഇന്നഹു ശഖ്സുൻ ഗരീബുൻ മുദ്നിബുൻ അബ്ദുൻ ദലീൽ ജുദ്ബിൽ ലുത്ഫിക യാ ഇലാഹി, ഇലാഹായ അല്ലാഹ് നിന്റെ ദയ കൊണ്ട് ഈ സാധുവിനോട് നീ ഖുർഫ ചെയ്യണം. എന്നോട് നല്ല പറയണത്. മഹാനവറുകൾ മൂപ്പരെ പേര് പറയാതെ കവിതയായി ചൊല്ലി വേറെ ഒരാളെ പറ്റി പറയും പോലെയാണ് പാടുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യം അല്ലാഹുവിനോട് സമർപ്പിക്കുകയാണ്. ജുദ്ബിൽ ലുത്ഫിക യാ അഖീ യാ ഇലാഹി, ഇലാഹായ റബ്ബേ നിന്റെ ദയ കൊണ്ട് നീ കാരുണ്യം ചെയ്യണം. മൻ, ഒരുത്തനോട് ചെയ്യണം. ലഹുവ, ഒരുത്തൻ സാദുൻ ഖലീൽ, നാളെ നിന്റെ മുന്നിൽ നന്മ തൂക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിൽ ലഗേജ് വളരെ കുറഞ്ഞ ഒരാളുണ്ട്. ആ ആള് പിന്നെ രക്ഷപ്പെടണമെങ്കിലും അല്ലാഹുവേ നന്മ തൂക്കുന്ന തുലാസിൽ നന്മ കയറ്റി വെച്ച് നന്മൻ്റെ തുലാസിന് കനം വരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല, ആക്കില്ല. അമല് കുറവാണ്. പിന്നെ അയാളെങ്ങനെ രക്ഷപ്പെടും? ബിലുത്ഫിക യാ ഇലാഹി, അല്ലാഹുവേ നിന്റെ ലുത്ഫ് കൊണ്ട് ദയ കൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് രക്ഷപ്പെടുത്തണേ. മുഫ്ലിസും ബിസ്സിദ്ഖി യഅതി ഇൻദ ബാബിക യാ ജലീൽ, വളർമയുടെ അല്ലാഹുവേ നിന്റെ അടുക്കൽ ഈ ലഗേജ് കുറഞ്ഞ സാധു ഉണ്ടല്ലോ, നിന്റെ വാതുക്കൽ വളരെ നിന്ദ്യനായിട്ടായിരിക്കും വന്ന് നിൽക്കുക. സത്യം പറയുകയാണെങ്കിൽ മുഫ്ലിസും ബിസ്സിദ്ഖി, സത്യം പറയുകയാണെങ്കിൽ കൈത്തരഞ്ഞവനായിട്ടായിരിക്കും ആ സാധുവായ അടിമ നിന്റെ വാതുക്കൽ വന്നു നിൽക്കുക. അതിന് കാരണം വലിയ ദോഷം അദ്ദേഹം ചെയ്തു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ വലുതാണ്. അതുകൊണ്ട് ഫഗ്ഫിരിൽ ദംബൽ അലീം,
നീ ഗഫൂറുർ റഹീമായ റബ്ബാണ്. ആ ദോഷം ചെയ്ത ആക്കു നീ നിന്റെ ലുത്ഫ് കൊണ്ട് പൊറുത്തു കൊടുക്കണം. ഇന്നഹു ശഖ്സുൻ ഗരീബുൻ മുദ്നിബുൻ അബ്ദുൻ ദലീൽ. ആ ദോഷം മികച്ച ആളുണ്ടല്ലോ, നന്മ തുരുക്കുന്ന തുലാസിലേക്ക് ലഗേജ് കുറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ ശഖ്സുൻ ഗരീബ്, ഒരു പരദേശിയാണ്, കുറഞ്ഞ കാലത്തേക്ക് ദുന്യാവിൽ വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിബുൻ അബ്ദുൻ ദലീൽ, വളരെ നിന്ദ്യമായ ദോഷം ചെയ്തു എന്ന നിലക്ക് വളരെ വീഴ്ചയോടെ കുറ്റബോധത്തോടുകൂടെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അയാൾക്ക് നിന്റെ ലുത്ഫ് കൊണ്ട് പൊറുത്തു കൊടുക്കണേ, അങ്ങനെ അയാളെ രക്ഷപ്പെടുത്തണേ. ആരാണ് ഇയാൾ? ആ ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ആളെ പറ്റിയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, സ്വർഗത്തിലെ മുഴുവൻ വാതിലുകളും അമലുകൊണ്ട് 100% വിജയിച്ചത് കൊണ്ട് എല്ലാ വാതിലുകളും നിന്റെ മുന്നിൽ മലർക്ക തുറന്നു വെക്കും സിദ്ദീഖ്. മാത്രമല്ല വസ്സാബിഖൂന സാബിഖൂൻ എന്ന് വിശേഷിപ്പിച്ചതിൽ ഒന്നാമത്തവൻ നീയാണ് സിദ്ദീഖ്. ആ സിദ്ദീഖിനെ പറ്റി പൊന്നുമോള് പറഞ്ഞു, അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അവിടുത്തെ മാംസം, അവിടുത്തെ ഹൃദയം പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരിയുന്ന വാസന ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ മനക്കുള്ള മഹാന്മാർ ഔലിയാക്കളും അവരൊന്നും അവർ ചെയ്ത അമൽ മതി എന്ന് തീരുമാനിച്ചു നിർത്താതെ വീണ്ടും 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 നല്ല നല്ല അമലുകൾ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു. അവരെ പിൻപറ്റുന്നവരാണ് നമ്മൾ. CM വലിയുള്ളാനെ പിൻപറ്റുന്നവരാണ് നമ്മൾ. നമ്മൾ നോക്കൂ, നമ്മുടെ ഭാര്യയോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരൊറ്റ രാത്രി പോലും ജീവിതത്തിൽ അനുഭവിക്കാത്ത CMനാണ് നമ്മളിവിടെ സദക്ക ചെയ്യുന്നതും നേർച്ച നടത്തുന്നതും മൗലൂദ് ഓതുന്നതും. നമ്മൾ ഭാര്യയെ ഒഴിവാക്കണമെന്ന് CM വലിയുള്ള പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഭാര്യയെയും നമ്മുടെ മക്കളെയും മതപരമായി വളർത്തുക എന്നത് നമ്മളെ ബാധ്യതയാണ്. CMനോട് പിരിശമുള്ള ആളുകൾ, അവർക്ക് വേണ്ടി നേർച്ച കൊടുക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം ബറക്കത്തിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ ഒരു ബാധ്യതയാണ്. ഒരു രാത്രി പോലും ഭാര്യയോടൊപ്പം കിടപ്പറ പങ്കിടാത്ത CM വലിയുള്ളാക്കാണ് ഞങ്ങൾ ഉറൂസ് നടത്തിയത്. ആ CM വലിയുള്ളാൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഭാര്യയെ നന്നാക്കണം, എൻ്റെ മക്കളെ നന്നാക്കണം. അവർ ദീനീ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനൊന്നും നമ്മൾ കൂട്ടി നിൽക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ മക്കൾ വഴിതെറ്റിപ്പോകുന്ന ഈ സന്ദർഭത്തിൽ CM വലിയുള്ള ജീവിച്ച ഒരു വഴി നമ്മുടെ മുന്നിലുണ്ട്. ആ വഴിയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എമ്പാടും കാര്യങ്ങളുണ്ട്, അതിൽ സ്വീകരിക്കാൻ കഴിയുന്ന എമ്പാടും വഴികളുണ്ട്. അതൊന്നാണല്ലോ മതം പഠിക്കുക എന്നത്, ദീൻ പഠിക്കുക എന്നത്. അതിന് നമ്മളെ മക്കളെ നാം പ്രേരിപ്പിക്കണം. വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ കഴിയുന്നവർ അങ്ങനെ, പറഞ്ഞയക്കാത്തവർ, അതിന് കഴിയാത്ത ആളുകളോ എവിടെയാണ് സൗകര്യമെങ്കിൽ അവിടെ. ഇവിടെ നമുക്ക് മദ്രസയുണ്ട്, ആ മദ്രസ വേണമെങ്കിൽ +2 വരെ നീട്ടാം. ഇവിടെ ദർസുണ്ട്, ആ ദർസിലേക്ക് 1 മണിക്കൂർ നേരമെങ്കിലും നമ്മളെ മക്കളെ പറഞ്ഞേക്കാം. പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ മജ്മഅ പോലുള്ള ദീനീ സ്ഥാപനങ്ങളുണ്ട്, അതിലേതിലേക്കും നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കാം. അങ്ങനെ CM വലിയുള്ളാൻ്റെ വഴികളിൽ ഒരു വഴി, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വഴിയെങ്കിലും നമ്മൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമിൻ്റെ മഹത്വത്തെപ്പറ്റി പൊതുവെ ശവ്വാലിൽ എല്ലാ മുസ്ലിയാമാരും അത് പറയേണ്ടത് ഇൽമിൻ്റെ മഹത്വത്തെ പറ്റിയാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ യുദ്ധം ചെയ്യുന്നതിന് വലിയ അനിവാര്യ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എന്നാൽ സഹാബാക്കൾ യുദ്ധം എന്ന സംഗതി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി, കാരണം അങ്ങനെ രക്തസാക്ഷിയാകുക എന്നത് അവർക്കൊരു ആവേശമായി. ഞാൻ ഓർക്കുകയാണ്, ഇറാഖിൽ ബസറയിലാണ് തൽഅത്ത് ബിൻ ഉബൈദില്ല അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനവറുകളുടെ ഖബർ ഷരീഫ് വലിയ പള്ളിയുടെ അകത്ത് ഏറ്റവും വലിയ കുബ്ബയോടുകൂടെ നിലനിന്ന ഖബറായിരുന്നു. ആ ഖബർ സദ്ദാം വിരുദ്ധ സഖ്യസേന ഇടിച്ച് പൊളിച്ച് ബോംബിട്ട് തകർത്തു. ഇന്നും അത് നന്നാക്കി എടുക്കാൻ അവിടുത്തെ വഖഫ് ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു വൈകുന്നേരം 5 മണിക്ക് മഹാനവറുകളെ അടുത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് മഹാനവറുകളെ ഹദറത്തിലെത്തിയപ്പോൾ അതിൻ്റെ മുത്തവല്ലിയായി നോക്കി നിൽക്കുന്ന സാധു ആദ്യമായി ഞങ്ങളോട്
കുറേ നേരം അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഈ ഖബർ ഷരീഫിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. കുബ്ബ കണ്ടില്ലേ, കുബ്ബയുടെ കമ്പി കണ്ടില്ലേ, പള്ളിയുടെ തൂണ് കണ്ടില്ലേ, ഇതെല്ലാം അന്നവർ ബോംബിട്ട് തകർത്തതാണ്. പുതുക്കിപ്പണിയാനുള്ള ചർച്ച നടക്കുന്നു എന്നല്ലാതെ കാര്യം എവിടെയും എത്തിയില്ല. ഏതായാലും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ ഖബർ ഷരീഫിൻ്റെ അടുത്ത് നിർത്തി. ഖബറിൻ്റെ മേൽഭാഗവും പൊളിഞ്ഞ് തരിപ്പണമായി കിടക്കുകയാണ്. പക്ഷേ ഖബറിൻ്റെ അടിഭാഗത്തിന് തകരാറൊന്നും സംഭവിച്ചില്ല. അല്പനേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് മഹാനായ തൽഅത്ത് ഇബ്നു ഉബൈദില്ലാനെ പറ്റി ഒന്ന് ഓർക്കുകയാണ്. മഹാനവറുകളോട് റസൂലുള്ള പറഞ്ഞു, അൻത ഫിൽ ജന്ന. അങ്ങനെ 10 ആളുകളോടെ പറഞ്ഞിട്ടുള്ളൂ. 10 ആളുകളോട്, അതാണ് അശറത്തുൽ മുബശ്ശിരീൻ എന്ന പേരിൽ നമ്മൾ ബഹുമാനിക്കുന്നവർ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട തൽഅത്ത് ഇബ്നു ഉബൈദില്ല. അതിൽപ്പെട്ട ഒരാളാണ് മറ്റൊരു സഹാബി സുബൈർ ഇബ്നുൽ അവ്വാം. അങ്ങനെയുള്ള സഹാബാക്കൾ പരിസരങ്ങളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരെ ഖബറുകൾക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. ഈ ഖബറാണ് ഇവരെ കൂടുതലും തകർത്തിട്ടുള്ളത്. ബോംബ് അവിടേക്ക് വന്ന് വീണത് കൊണ്ടാകാം. ഈ തൽഅത്ത് ഇബ്നു ഉബൈദില്ലാന്റെ ചരിത്രം നോക്കൂ. അദ്ദേഹം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ പിരിശം വെച്ചു. എല്ലാവർക്കും പിരിശമുണ്ട്, എന്നാൽ എല്ലാവർക്കും ഒരുപോലെ പിരിശം പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. ഉഹദ് യുദ്ധം നടക്കുകയാണ്. കുന്നിൻ്റെ മുകളിൽ നിന്ന് ശത്രുസേന മുത്തുനബിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പുകൾ ഇങ്ങനെ എയ്തു വിടുകയാണ്. യുദ്ധം കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിച്ചിതറി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ രക്തം പൊട്ടി ഒഴുകി. അതൊക്കെ സംഭവിച്ചു. മഹാനായ മുസ്അബ് ബിൻ ഉമൈറിനെ പോലുള്ള മഹാന്മാര് കഫൻ തുണി പോലും കിട്ടാത്ത രൂപത്തിൽ രക്തസാക്ഷികളായി. ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് തിരിച്ചറിയാൻ പോലും കഴിയാതെ വികൃതമായി. അങ്ങനെ 70 ആളുകൾ രക്തസാക്ഷികളായി. എന്നാൽ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകിയ തൽഅത്ത് ഇബ്നു ഉബൈദില്ല യുദ്ധത്തിൽ ഷഹീദായില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സുരക്ഷിതനായി, പരിക്കുണ്ടെങ്കിലും സുരക്ഷിതനായി എന്ന സന്തോഷത്തോടെ ശത്രുകൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന മഹാനവറുകളുടെ ശരീരം ഒരു ഉദാഹരണമായി ഞാൻ പറയുകയല്ല. നമ്മൾ മുള്ളം പന്നിയെ കണ്ടവരുണ്ടല്ലോ, അതിൻ്റെ മൂർച്ചയുള്ള കൊമ്പുകളിങ്ങനെ നിൽക്കുന്ന മാതിരി ഈ നിലക്ക് ചിതറിയ കൊമ്പുകളോടെ ഈ മുള്ളുകളോടുകൂടിയാണ് അദ്ദേഹം സഹാബത്തിൻ്റെ അടുക്കലേക്ക് വന്നത്. ശത്രുക്കൾ എയ്ത ഓരോ അമ്പും തൻ്റെ ശരീരം കൊണ്ട് തടുത്തു, നെറ്റി കൊണ്ട് തടുത്തു, കണ്ണിൻ്റെ പിരികം കൊണ്ട് തടുത്തു, കണ്ണിൻ്റെ ഉണ്ണി കൊണ്ട് തടുത്തു, മൂക്ക് കൊണ്ട് തടുത്തു, ശരീരം കൊണ്ട് തടുത്തു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി വര്യൻ പറയുന്നുണ്ട്, മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തം ഇങ്ങനെ ഒഴുകുന്നു. ആ രക്തം ഒഴുകുന്ന മേനിയിൽ നിന്ന് 68 അമ്പുകൾ ഞാൻ മാത്രം ഊരിയെടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൽ 68 അമ്പ് ഊരിയെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹം എത്ര ത്യാഗം ചെയ്യണം, എത്ര വേദന സഹിക്കണം. എന്നിട്ട് ഈ സഹാബി മദീനയിൽ മരിച്ചോ? മദീനയിൽ മരിച്ചു കഴിഞ്ഞ് ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം എത്ര സുരക്ഷിതമായി ആഖിറത്തിലേക്ക് എത്തുമായിരുന്നു. അല്ലെങ്കിലും ഇദ്ദേഹത്തിന് സുരക്ഷിത കുറവൊന്നുമില്ല. കാരണം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളാണ്. പക്ഷേ എന്നിട്ട് അദ്ദേഹം മരിക്കാൻ ഇത്രയധികം ദൂരം ബസറയിൽ എന്തിനു വന്നു? നീ വഴി ഒരാൾ ഹിദായത്തിലെത്തിയാൽ അതാണ് മക്കളെ ഈ ദുന്യാവിൽ നിങ്ങൾ നേടിയെടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടമെന്ന പ്രവാചക വചനമാണ് ഇവരെ സഞ്ചാരികളാക്കിയത്. ഇൽമ് പഠിക്കുക, പഠിച്ച ഇൽമ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിന് ദൂരം ഒരു വിഷയമാകാതെ യാത്ര ചെയ്യുക. അങ്ങനെയാണ് ഇവരൊക്കെ വലിയ വലിയ പോസ്റ്റിലെത്തിയിട്ടുള്ളത്. അല്ലാഹു തആല അവരെയൊക്കെ ദറജ കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സഹാബത്ത് കൂടുതലും യുദ്ധത്തിൽ ശോകരായപ്പോൾ നിങ്ങൾ നോക്കൂ, എല്ലാവരും യുദ്ധത്തിൽ ശോകരായപ്പോൾ അതിനെ വിമർശിക്കുകയല്ല അള്ളാഹു ചെയ്യുന്നത്. എല്ലാവരും യുദ്ധം ചെയ്യാൻ പോകുന്നതിന് പകരം കുറച്ചുപേര് ദീൻ പഠിക്കാൻ ബാക്കിയാകണം എന്ന് സൂറത്തു തൗബയുടെ 122 ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു.
ശത്രുക്കളെ പ്രതിരോധിക്കാൻ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല.